നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ച സമയം മുതൽക്ക് തന്നെ ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന ഇവരുടെ നേതാക്കന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇറക്കേണ്ടതുണ്ട്. നല്ല വക്കീലിനെ വെക്കണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഈ ഭീകരവാദ കൂട്ടങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. പുറത്തു നിന്ന് ഇവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ED പുറകെ വരികയാണ്. ഇങ്ങനെ പുറകെ വന്നതാണ് SDP-യുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസി ഇപ്പോൾ അകത്ത് പോയിരിക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഏകദേശം പല തരത്തിൽ പല വിധേനെ നമ്മുടെ രാജ്യത്തേക്ക് കള്ളപ്പണം എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേക പിരിവും കാര്യങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ പിരിവ് നടത്തിയിട്ടുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി NIA തന്നെ നേരത്തെ തന്നെ വിവരം അറിയിച്ചതാണ്. അതിൽ ഏകദേശം 13,000 ആളുകളുണ്ട്. അപ്പോൾ ഈ കള്ളപ്പണം എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയാണ്. അത് ജയിലിൽ ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ ആളുകളെ പുറത്തിറക്കാനും ഈ പണം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമായിരുന്നു നാളിതുവരെ നടന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഈ ഭീകരവാദികൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഭീകരവാദികൾക്ക് ഇവിടെ കുഴലൂത്ത് നടത്തുന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ SDP-യുടെ ദേശീയ അധ്യക്ഷനെ ഒന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഇവന്മാരുടെ കയ്യിൽ ഇല്ല. ഉള്ളത് ഇറക്കാനും പറ്റില്ല. കാരണം എവിടെ നിന്നാണ് ഈ പണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ പണം കൃത്യമായിട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പരിധി വരെ NIA സംഘങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ EDയും ഇതിനൊക്കെ ഒരു തീരുമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുക എന്നുള്ള ആ ഒരു ആഗ്രഹം ഇവന്മാരിനി മറന്നേക്കൂ. ഖലിസ്ഥാൻവാദികൾ ചെയ്യുന്ന ഒരു കലാപരിപാടി എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ പുറം രാജ്യങ്ങളിൽ പോയി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഭീകരവാദികൾ വൈകാതെ തന്നെ കാര്യങ്ങൾ നീക്കേണ്ടി വരും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇനി ഈ ഭീകരവാദ പ്രവർത്തനം നടത്താൻ പറ്റില്ല. നേരെ പാകിസ്ഥാനിലേക്കോ മറ്റ് സിറിയയിലേക്കോ ലെബനനിലേക്കോ പൊക്കോളൂ. കാരണം ഇവിടെ ഇതിന് ഇനിയൊരു സ്ഥാനവും ഇല്ലാത്ത തരത്തിലേക്ക് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പൂർണ്ണമായിട്ടും ഈ ഭീകരവാദികളുടെ ഈ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ അന്ത്യം കൃത്യമായിട്ട് തന്നെ അത് കുറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം, നമ്മുടെ ഈ ഒരു 2024 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ വിജയിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 240 സീറ്റെങ്കിലും BJPക്ക് നേടാൻ പറ്റാതെ BJP പൂർണ്ണമായിട്ടും അധികാരത്തിന് പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതി ആയിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളായിരുന്നു. കാരണം അത്രത്തോളം വലിയ രീതിയിലാണ് രാജ്യത്ത് ഇവർക്ക് ചില സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾ. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ SDP-യുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കും. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ ഇതുപോലെ എന്തെങ്കിലും വിഷയത്തിൽപ്പെട്ട് അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ CPM-ഉം CPI-യും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുപോലെ തന്നെ പ്രതികരിക്കും. അതുപോലെ തന്നെ CPM-ന്റെ ഒരു നേതാവിനെയാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങളും ഇതിനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനങ്ങളൊക്കെ നടത്തും. ആ ഒരു CPM നേതാവിനെ സംബന്ധിച്ച് പരമാവധി അങ്ങേരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഏതെല്ലാം തരത്തിൽ പൊളിച്ചു കീറി കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് BJP-കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യകർത്താവ് ഇവിടെ എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ CPM-ഉം UDF-ഉം CPI പോലെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റ് സംഘടനകൾ, മതമൂലികവാദ സംഘടനകൾ എല്ലാവരും തന്നെ ഒന്നിച്ച് വന്നുകൊണ്ട് BJP-യെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ കൃത്യമായിട്ടെടുക്കും. പക്ഷേ ഇവിടെ SDP-യുടെ ദേശീയ അധ്യക്ഷൻ അകത്ത് പോയിട്ട് ഇത്ര സമയമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു CPM നേതാവോ ഒരു കോൺഗ്രസ് നേതാവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായിട്ട് നിന്ന് പ്രസ്താവന നടത്താൻ പോലും ഇവർക്ക് ഉള്ള ഒരു സമയം കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രതികരണം നടത്തുന്നില്ല. മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഈ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
പേരുകളുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് ഇവർ ഒരു വോട്ട് ബാങ്കിനെ കണക്കാക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും തരത്തിലൊരു വിള്ളൽ വരാൻ സാധ്യതയുള്ള വിഷയത്തെ സംബന്ധിച്ച് ഇവർ ഒരിക്കലും ഇത് പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം കാണിക്കാറില്ല. ഇവർ ഇതിലൊക്കെ മൗനം ആയിട്ട് ഇങ്ങനെ കൃത്യമായിട്ടിരിക്കും. ഇത് PFI നിരോധന സമയത്താണെങ്കിൽ പോലും SDP-യുടെ ഈ പറയുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത സമയമാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരു കലാപ സമാനമായിട്ടുള്ള ഒരു സംഘർഷം ഇവന്മാർ നടത്തിയിരുന്നു 2022. ഇവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിൽ വലിയ രീതിയിൽ തന്നെ ഇവന്മാർ നടത്തിയ അക്രമത്തിൽ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ സംഘടനയുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത്. കാരണം ഇവരെ എപ്പോഴും കാണാറ് BJP, RSS പോലെയുള്ള സംഘടനകളുമായിട്ടുള്ള സംഘർഷങ്ങളെയാണ് പലപ്പോഴായിട്ട് കാണാറ്. ഇതുപോലെ ഇവരുടെ ഒരു അക്രമം ഡയറക്റ്റായിട്ട് പല വിഷയങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്ന ഒരു തീവ്രവാദ സംഘടന തന്നെയാണിതെന്ന് RSSും BJPയും പറയുന്നത് പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ച കണ്ടത് അന്നാണ്. അപ്പോൾ ആ ദിവസത്തോടു കൂടി ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇവർ തീവ്രവാദികൾ തന്നെയാണെന്നുള്ളത്, ഉറപ്പാണെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ആ സമയത്തും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇവരെ 5 കോടി 10 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ഇവർക്ക് ജാമ്യം കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാട് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത സമയത്ത് ഇതിൽ ഒരു നടപടിക്രമങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനൊന്നും പൂർണ്ണമായിട്ടും തയ്യാറാകാതെ അതിനെ വൈകിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ടത്. അപ്പോൾ ഇതിനെ നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികളും ഈ ഭീകരവാദികളെ ഏതെല്ലാം തരത്തിൽ ഒതുക്കാൻ പറ്റുമോ അത് ആ രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിനെ ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. ഇതേ നിലപാട് തന്നെയാണ് കേരള ഹൈക്കോടതി എടുത്തത്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പിണറായി വിജയന്റെ കുത്തിന് പിടിച്ച് ഇവരുടെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താറിനെ പോലെയുള്ള ആളുകളുടെ വീടും സ്ഥലമൊക്കെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് എടുപ്പിക്കേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രഷറാണ് ചെലുത്തിയത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭീകരവാദികൾക്കെതിരെ മൃദു സമീപനമാണുള്ളത്. ഇവരുടെ ലക്ഷ്യം ഭീകരവാദ ഗ്രൂപ്പുകളെക്കാൾ വലുത് ഇവരുടെ ശത്രു സംഘപരിവാറാണെന്നുള്ള നിലപാടാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാരുടെ അധികാരം കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യവുമുണ്ട്. ഇതിനെ എപ്പോഴും ഇവർ ഭയപ്പെടുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ്. ഈ ആശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള വിഷയങ്ങൾ തന്നെ നമ്മുടെ ഈ ഒരു രാജ്യത്ത് നടക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും ഭീകരവാദ ഗ്രൂപ്പുകളെ അവർക്ക് ഇവിടെ സുഖമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമൊരുക്കിയത് നമ്മുടെ ഈ നാട്ടിലുള്ള സർക്കാരാണ്. അതിലൊരു തർക്കമില്ല. പ്രതിപക്ഷ പാർട്ടികളുമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ BJPയെ മാത്രം ഉൾപ്പെടുത്തേണ്ട. കാരണം പോപ്പുലർ ഫ്രണ്ടിനെതിരെയും SDP-ക്കെതിരെയും എന്നും കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് BJP മാത്രമാണ്. തർക്കമില്ല. കൃത്യമായിട്ട് നമ്മളൊരു ആലോചിച്ച് വെച്ചോളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളെയും ഇനി ഈ രാജ്യത്ത് നിലനിർത്താനുള്ള ഒരു സാഹചര്യവും കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുക്കില്ല. കൃത്യമായിട്ട് ഖലിസ്ഥാൻവാദികൾ രാജ്യത്തിന് പുറത്തു പോയി കാനഡയിലും അമേരിക്കയിലുമൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഇവിടെ ഈ രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇവന്മാർ ഓടിപ്പോകേണ്ടി വരുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ളത് മാത്രമേ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളൂ.